പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ നമുക്കിടയിൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മെ പിടിപെടുന്ന രോഗങ്ങളിലും അങ്ങനെയുള്ളൊരു പുരോഗമനം വരുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയത്തിലൂടെ, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം വർത്തമാനകാല സാഹചര്യം നമുക്കത് നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇല്ലായ്മയുടെ ലോകത്ത് നിന്ന് നമ്മൾ പ്രവാസ ജീവിതമൊക്കെയായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ പ്രവാസ ജീവിതത്തിലൂടെയാണ് വലിയ രീതിയിലുള്ള അഭിവൃദ്ധി. കേരളത്തിൽ തന്നെ നല്ലൊരു ശതമാനം കേരളത്തിലേക്ക് വരുന്ന ഫണ്ട് ഒഴുകുന്നത്, സാമ്പത്തികമായ പുരോഗമനം കൈവരിക്കുന്നതിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പ്രവാസ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത സാമ്പത്തികമായ അഭിവൃദ്ധി, മുൻകാല നമ്മുടെ പൂർവികരൊക്കെ അല്ലെങ്കിൽ നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ രക്ഷിതാക്കൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ജീവിത നിലവാരത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, കാലത്തിൻ്റെ പുരോഗമനത്തിനനുസരിച്ച് അത്തരം പുരോഗമനങ്ങളും പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും ഉപകരണങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട ഒത്തിരി സൗകര്യങ്ങളാണ് നമുക്കൊക്കെ മുമ്പിലുള്ളത്. മുൻകാലങ്ങളിലൊക്കെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങനെ വാഹനങ്ങൾ നിരന്തരമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഒരു വീട്ടിൽ ഒരു വാഹനത്തും ഒതുങ്ങുന്നില്ല നമ്മൾ, അതിലേറെയാണ്. പല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, പല വീടിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, ആ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് ഓരോ വാഹനം എന്ന നിലയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുൻ തലമുറയുടെ ആ ജീവിത രീതിയിൽ നിന്നും, നമ്മൾ നടന്നു നീങ്ങിയ വഴികളിൽ നിന്നും, നമ്മൾ പിന്നിട്ട വഴികളിൽ നിന്നൊക്കെ പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് ശാരീരികമായ ചില പ്രയാസങ്ങൾ നേരിടേണ്ട ആളുകളായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശാരീരികമായ ഇങ്ങനെയുള്ള പ്രയാസം, നമ്മളെപ്പോലെ തന്നെ അഭിവൃദ്ധി നേടിയ ഇതുപോലെയൊക്കെയുള്ള നമ്മളെക്കാളേറെ വലിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന മറ്റുള്ള രാജ്യങ്ങളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായാലും മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അവരെ ആരെയും പിടിപെടാത്ത, അല്ല അവരുടെ ജീവിതത്തിൽ കടന്നു വരാത്ത പല രീതിയിലുള്ള രോഗങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലും മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്നതിൽ കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. കൂട്ടത്തിൽ നമുക്ക് അനിവാര്യമായ പലതിൻ്റെ കുറവുകൾ നമ്മൾ നേരിടുന്നത് എന്നുള്ളതും പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ മറികടക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒത്തിരി ആളുകളാണ് വിവിധങ്ങളായ രോഗങ്ങളിലേക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രയാസങ്ങളും, ഇപ്പോൾ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ, മുൻകാലങ്ങളിലൊക്കെ കിഡ്നി പേഷ്യൻ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അപൂർവം കിട്ടിയിരുന്നൊരു സംഭവമാണ്. ഇപ്പം അത് നിത്യസംഭവം പോലെ ആയി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, പുതിയ ഡയാലിസിസ് സെൻ്ററുകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ധനം സമാഹരിക്കുന്ന തിരക്കിലാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതിനൊക്കെ കാരണമായി വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അത്തരം കാര്യങ്ങളിൽ നമുക്ക് നിരന്തരമായിട്ട് ഉപദേശം തരാനുള്ള ധാരാളം അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ അവസരങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളൊക്കെ ബോധവാന്മാരാണ്. എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു പോളിസിയിലൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾക്കിടയിൽ, മുൻകാലങ്ങളിൽ ഒരു വ്യായാമം ചെയ്യുന്ന ചിന്തിക്കൽ വളരെ കുറവായിരുന്നു, വളരെ അപൂർവങ്ങളായിരുന്നു. കാരണം അന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ വ്യായാമത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ലായിരുന്നു. കാര്യം എല്ലാവരും അവനവൻ്റെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് വരുന്നത്. അമിതമായ ഭക്ഷണങ്ങൾ ആർക്കും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെയൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡ് സംവിധാനങ്ങളൊന്നും അന്നില്ലാത്തൊരു സാഹചര്യം. അവർ അവനവൻ്റെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൃഷി ചെയ്യുന്നു, നന്നായിട്ട് അധ്വാനിക്കുന്നതിനിടയിലൂടെ അവർക്ക് ആവശ്യമായ ഭക്ഷണം അവർ കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വ്യായാമത്തിന് വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യം, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെയുള്ള വിവിധങ്ങളായ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെയെങ്കിലും, നല്ലൊരു ശതമാനം, പരിധി വരെ എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ ജീവിത ശൈലികളിൽ നമ്മൾ നിർബന്ധമായിട്ടും വ്യായാമത്തിനുള്ള സ്ഥാനം ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാര്യം നമ്മൾ നിത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ വസ്ത്രമണിയുന്നു, നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ ഇടം നേടിക്കൊടുക്കേണ്ട ഒരു സംഭവം കൂടിയാണ് വ്യായാമം എന്നുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും വേറെ ധാരാളം സങ്കടങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വ്യായാമം മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട ഓരോരോ ശരീര രീതിക്കനുസരിച്ച് വേണ്ട പോഷകങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നല്ല വ്യായാമം, നല്ല വിശ്രമം, നല്ല രീതിയിലുള്ള ഭക്ഷണം. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുവോ, അങ്ങനെ അത്രയും വലിയൊരു ഭാരിച്ച ചിലവിന് നമ്മൾ കൂടുതലും നമ്മളെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാൽക്കുലേഷനിൽ അത് മിസ്റ്റേക്ക് വരുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ വെറുതെ ചുമ്മാ കാര്യമായ, നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് യാതൊരുവിധ ഗുണം കിട്ടാത്ത, അല്ലെങ്കിൽ ശരീരത്തിന് അത്ര തന്നെ ഗുണകരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആയിരങ്ങൾ ചിലവഴിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ.
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ മാറ്റി നല്ലൊരു ഡോക്ടർ സഹായത്തോടു കൂടെ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ചെക്കപ്പിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളുടെ കുറവ് എന്തൊക്കെയാണെന്നും എന്തൊക്കെ അമിതമായി കിടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് അതും കൂടി ഇതിനോട് കൂടെ വ്യായാമത്തോടു കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളെയും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതും മറ്റൊരു കാര്യം ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി വ്യായാമത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മത്സരങ്ങളാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കതിൽ മത്സരങ്ങൾ കടന്നു വരുന്നുണ്ട്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു മലയാളിയുടെ പ്രത്യേക സ്വഭാവമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങൾ അതല്ല ശരി, ഇതാണ് ശരി, അത് അപ്പുറം പറയുമ്പോൾ അതല്ല, അത് രണ്ടുമല്ല ശരി, മറ്റൊന്നാണ് ശരി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ പ്രത്യേകിച്ച് ആയോധന കലകളിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം കാഴ്ചകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന സമയത്തും ഇതുപോലെയൊക്കെയുള്ള പല പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രതികരണം വരുന്നവരോടൊന്നും നമുക്ക് വിയോജിപ്പൊന്നുമില്ല. കാര്യം ഓരോരുത്തർക്കും അവരവരുടേതായുള്ള കാഴ്ചപ്പാടുകളുണ്ടാകും. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ശരികളാണ് മറ്റുള്ളവരിലേക്കായിട്ട് പങ്കുവെക്കുക. അപ്പോൾ എൻ്റെ സംസാരത്തിലൂടെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തതും എൻ്റെ ശരികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ശരികളെല്ലാം കേൾക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല. എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ വ്യായാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യായാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എനിക്കതിൻ്റെ ഒരു ബാക്കപ്പ്, എന്തിലൂടെയാണ് ഞാനത് സംസാരിക്കുന്നതെന്നും കൂടി അറിയണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നന്നേ ചെറുപ്പം മുതൽ ഒരു 10-17 വയസ്സ് മുതൽ നമ്മൾ ഒരു കൗമാരത്തിലേക്ക് കടന്ന സമയം മുതൽ തന്നെ വ്യായാമത്തിൻ്റെ പ്രസക്തി അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ നമുക്ക് മുമ്പ് കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വ്യായാമത്തിന് വലിയ പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാര്യം അന്നൊന്നും അങ്ങനെയുള്ള ശരീരത്തിൽ അമിതമായി ഫാറ്റ് അടിഞ്ഞു കൂടാനും കൊഴുപ്പടിഞ്ഞു കൂടാനും ദുർമേധസ്സുകൾ തളം കെട്ടാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. കാരണം അന്നെല്ലാവരും നന്നായിട്ട് അധ്വാനിക്കുന്നവരും ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും വ്യായാമം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എൻ്റെ ചിന്തകൾ എത്തിപ്പെടുകയാണ്. ആ എത്തിപ്പെടേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ജിമ്മ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ പ്രൊഫഷണലായിട്ട് ഞാൻ കുംഫു പരിശീലിച്ചു എന്നുള്ളതാണ്. കുംഫുവിലേക്ക് കടന്നു വരാനുള്ള എനിക്ക് മോട്ടിവേറ്റർ ആയത് ബ്രൂസ്ലിയുമായി ബന്ധപ്പെട്ട വായനകളിലൂടെയും ഒക്കെയാണ്. അന്ന് കാഴ്ചകൾ വളരെ കുറവാണ്, വായനകളാണ് കൂടുതൽ. അപ്പോൾ അതിലൂടെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ആയോധന കല പരിശീലിക്കണം എന്നൊരു ആഗ്രഹമായിട്ട് കടന്നു വന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെയാണ് കുംഫുവിലേക്ക് ഞാൻ കടന്നു വന്നത്. ആ പരിശീലനം സജീവമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിജയിച്ചെടുക്കാൻ സാധിച്ചു. അവസാനം അതിൻ്റെ ഒരു ഫൈനൽ ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലാക്ക് ബെൽറ്റ് ചെന്നൈയിൽ പോയിട്ട് നേടാനൊക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എത്ര കാല ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സംസാരിക്കാൻ എന്താണ് നിങ്ങൾക്ക് എന്താ അർഹത എന്ന ചോദ്യം ആരുടെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എൻ്റെ ശരികളെല്ലാം നിങ്ങൾക്ക് ശരിയായിക്കോളും, കേൾവിക്കാർക്ക് എല്ലാവർക്കും ശരിയായിക്കോളന്നില്ല. പക്ഷേ എൻ്റെ ശരികളും എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളാണല്ലോ എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ ഒക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ വ്യായാമം സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധിക്കില്ല. ഒന്ന്, അത് നമ്മൾ വരച്ച് വെക്കേണ്ടതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ പ്രധാനമായൊരു സ്ഥാനം വ്യായാമത്തിന് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വ്യായാമം ചെയ്യുന്നതിൽ ആ മത്സരത്തിൻ്റെ ആവശ്യമില്ല. വ്യായാമം സംബന്ധമായ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പഠിച്ചത് കല ഒരു കുംഫു ആണെങ്കിലും അത് ആയോധന കല ഒരു സ്വഭാവം നിലനിർത്തുന്നൊരു സംഭവം. അപ്പോൾ ആയോധന കല സ്വഭാവം നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മോർണിംഗ് വാക്കിങ്ങിന് പോകുന്നതോ മറ്റുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഏറെ തന്നെ അവൻ്റെ കലാരൂപത്തിലൂടെ കലയിലൂടെ അവൻ ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം അല്ലാത്ത രീതിയിൽ തന്നെ അവൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. ചുമ്മാ പഠിച്ച് വെച്ചിട്ട് ചുമ്മാ വീട്ടിലിരുന്നുകൊണ്ട് ഇതൊന്നാവില്ല. കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറ്, ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടികളൊക്കെ വലുതൊക്കെ കല പഠിക്കാനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ അങ്ങനെ താല്പര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് നല്ല ആയോധന ക്ലാസ്സുകൾ ഏതുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കുട്ടികളെ ചേർക്ക്, അവരത് പഠിച്ച് വളരട്ടെ. കുട്ടികളൊക്കെ ഗെയിമിലേക്ക് അഡിക്റ്റായി പോകുന്നു, കുട്ടികളൊന്നും പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, കുട്ടികൾ എന്താ ചെയ്യുന്നൊരു ഐഡിയ ഇല്ല എന്നൊക്കെയുള്ള അവലാതി പറയുന്ന ഒരുപാട് രക്ഷിതാക്കളെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ മൊബൈൽ ഫോണിലേക്ക് അഡിക്റ്റായി പോകുന്നതിൽ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ നന്നേ ചെറുപ്പം മുതൽ അവരത് ശീലിപ്പിക്കുകയാണ്. ഏതൊരു ശീലം മനുഷ്യൻ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ. അപ്പോൾ അത് അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ 2 വയസ്സ് 3 വയസ്സ് ഒരു 6 മാസം ആകുന്ന കുട്ടിക്ക് പോലും ചോറ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മൊബൈൽ ഫോണിൽ ഒരു കാർട്ടൂൺ വീഡിയോ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. കുട്ടി അത് കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറുടെ സഹായമോ മറ്റുള്ള ഒത്തിരി അറിവുകളുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ കൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം അടുത്തറിഞ്ഞ് കഴിക്കണം എന്നുള്ളത് മതപരമായിട്ടും അങ്ങനെയാണ്, ശാസ്ത്രീയപരമായിട്ടും അങ്ങനെയാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ദഹന പ്രക്രിയയൊക്കെ അത് വലിയ രീതിയിൽ ഗുരുതരമായ ദോഷങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നന്നേ ചെറുപ്പം മുതലേ ഒരു കുട്ടിക്ക് തെറ്റായ സന്ദേശം നമ്മൾ പഠിപ്പിക്കുകയാണ്. ആ കുട്ടി നിരപരാധിയാണ്, ആ കുട്ടി നിഷ്കളങ്കയാണ്. കുഞ്ഞുമക്കൾ അവർക്കിതിനെപ്പറ്റിയൊന്നും ഇതിൻ്റെ ഗൗരവത്തിൽ ബാക്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തെ കുറിച്ചൊന്നും അറിയാത്തതാണ്. അപ്പോൾ അവർക്ക് നന്മ കാണിച്ചു കൊടുക്കേണ്ടവരാണ് രക്ഷിതാക്കളായിരിക്കുന്നത് നമ്മളൊക്കെ. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ സൗകര്യത്തിനോ നമ്മുടെ സമാധാനത്തിനോ അല്ലെങ്കിൽ മക്കളുടെ സന്തോഷത്തിനൊക്കെ വേണ്ടി അവരെ തെറ്റായ മാർഗ്ഗങ്ങളിലേക്ക് കൊണ്ടുപോകണം. തെറ്റായ ശീലങ്ങൾ അവരെ ശീലിപ്പിക്കണം. ആ ശീലത്തിലൂടെ വളർന്ന് വലുതായ കുട്ടി
ഒരല്പ സമയം കഴിയുമ്പോഴത്തേന് സ്വന്തമായിട്ടൊരു ഫോണ് കിട്ടണം എന്നൊരു ആവശ്യത്തിലേക്ക് വരുന്നു. പിന്നെ അതിന് വാശി പിടിക്കുന്നു. അപ്പോൾ തൻ്റെ മകളുടെ മുഖത്തെ സങ്കടം കാണാതെ വരുമ്പോൾ നമ്മൾ നല്ലൊരു ഫോൺ അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു. അതിലൂടെ അവർ നേടിയെടുക്കുന്ന ബന്ധങ്ങളിലൂടെ നമ്മുടെ മക്കൾ തന്നെ വഴിവഹിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ വിലപ്പെട്ട സമയങ്ങളൊക്കെ അവർ അമിതമായ വിനോദങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം ചിലവഴിക്കണം. അപ്പോൾ അമിതമായ വിനോദങ്ങൾക്ക് വേണ്ടി മക്കൾ ഒത്തിരി സമയം ചിലവഴിക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവി സേഫാക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കി കൊടുത്ത അവസരങ്ങളുണ്ടാവും. ഭൗതിക വിദ്യാഭ്യാസം നേടാനും ആത്മീയ വിദ്യാഭ്യാസം നേടാനും ഒക്കെ നമ്മൾ അവസരങ്ങൾ ഒരുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരുക്കുന്ന അവസരങ്ങളിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട വിലപ്പെട്ട സമയത്തെ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ വെച്ച് അവരെന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, ആ കുട്ടിയുടെ നന്മയായ കാര്യങ്ങളിലേക്കുള്ള ആ കുട്ടിയുടെ ശ്രദ്ധ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു. മാത്രമല്ല അത്തരം കാര്യങ്ങളിൽ, നന്മയായ കാര്യങ്ങളിൽ ആ കുട്ടി പുറകോട്ട് പോകുന്നൊരു സാഹചര്യം വരുന്നു. പുറകോട്ട് പോകുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ മറ്റേ കുട്ടിയെ നോക്കുക, അപ്പുറത്ത് നോക്കുക, ഇപ്പുറത്ത് അങ്ങനെ നേടിയില്ലേ, ഇത്തരം സൗകര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്നില്ലേ, എന്തുകൊണ്ട് നീ പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വഴി പറയാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ വഴി പറയുന്നതിന് മുമ്പ് കുട്ടികളെ സ്നേഹിക്കണം. നമ്മുടെ പൊന്നോമന മക്കളെ നമ്മൾ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. അവരെ മുഖത്ത് വരുന്ന ഓരോ ചിരിയും നമുക്ക് മനസ്സിന് ഒത്തിരി ആനന്ദം, സന്തോഷം നൽകുന്നതാണ്. അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അവരുടെ ഭാവി, നല്ല സുരക്ഷിതമായൊരു ഭാവി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗത്ത് വേണം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ പുലർത്തുന്നവരാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒത്തിരി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊന്നും മടി കാണിക്കുന്നവരല്ല. അതിനൊക്കെ വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്നവരുമാണ് നമ്മളൊക്കെ. പക്ഷേ ഇതെല്ലാം തകിടം മറിക്കുന്ന ഒരു സംവിധാനം കൂടി ഇതിനോടൊപ്പം ചേർത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളിലേക്ക് അന്നേ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ രണ്ട് തെറ്റായ മാർഗ്ഗത്തിലേക്ക് ഒരു പോകും. ഒന്ന്, അത് റോങ് റൂട്ടിലൂടെ നമ്മൾ കുട്ടി സഞ്ചരിക്കുന്നുവെങ്കിൽ ആ കുട്ടി വല്ല ലഹരി സംബന്ധമായ കാര്യങ്ങളിലേക്കും മറ്റുള്ള പല ദുശ്ശീലങ്ങളിലേക്ക് മാറാൻ ചാൻസ് കൂടുതലാണ്. ഇനി അതൊന്നുമില്ല എങ്കിൽ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, ആ കുട്ടിൻ്റെ ഫോൺ ഞാൻ ചെക്ക് ചെയ്യുന്ന കുട്ടി എന്ത് കാണുന്നു എന്ന് ഞാൻ ശരിക്കും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാരണം അവിടെ വരുന്നുണ്ട്. കാര്യം കുട്ടിയുടെ വിലപ്പെട്ട പഠനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന, അറിവുകൾ നേടാൻ വേണ്ടി ചിലവഴിക്കുന്ന ആ സമയം വിനോദങ്ങളുടെയും കൗതുകങ്ങളുടെയും പുറത്ത് അമിതമായി പോകുന്നു എന്നുള്ളതാണ്. കുട്ടികൾ പോകരുത് എന്നല്ല, കുട്ടികൾക്ക് കൗതുകവും വിനോദവും അവർ കളിച്ചു ഉല്ലസിച്ച് അവരുടെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടവർക്ക് തന്നെയാണ് അവർ. പക്ഷേ അതിനൊക്കെ പരമാവധി അതിനൊക്കെ ഒരു നിശ്ചിത ടൈം നിശ്ചയിച്ചിട്ട് ഇത്ര സമയം വരെ എന്നുള്ളൊരു ശീലത്തിലേക്ക് അവർ കൊണ്ടുവരാനും, നല്ലൊരു ശതമാനം നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ ഗ്രാമങ്ങളിലൂടെ, നമ്മൾ വസിക്കുന്ന നാടും നാട്ടുകാരും അവിടുത്തെ കുളങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സാഹചര്യങ്ങൾ കണ്ടും മനസ്സിലാക്കി ഓടിത്തുള്ളി ചാടി നടക്കാനൊക്കെയുള്ള സാഹചര്യം കൂടി കുട്ടികൾക്ക് വേണ്ടി ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെടുത്ത് വീഴ്ച വന്നിട്ട് നമ്മൾ വെറുതെ നമ്മുടെ മക്കൾ ഭാവി പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവനോട് നന്ദികേട് കാണിച്ചു, എൻ്റെ കണക്കൂട്ടൽ പാടെ തെറ്റി എന്നൊക്കെ പറഞ്ഞ് വാർദ്ധക്യകാലത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വ്യായാമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ആ വ്യായാമം കൂടി ഇതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എങ്ങനെ ചേർത്ത് വായിക്കാൻ സാധിക്കും? ഒരു കുട്ടിയുടെ വളർന്നു വരുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ധാരാളം കുട്ടികൾ കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എത്തിക്കണം എന്ന ചിന്തയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷിതാക്കൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും, എല്ലാവരും ആയി എന്നല്ല. ഇപ്പോൾ നമ്മളൊക്കെ മലപ്പുറം ജില്ലയിലേക്കൊക്കെ വരുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ആ കാര്യത്തിൽ കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നന്നായി ചെറുപ്പം മുതലേ തന്നെ പ്രാവർത്തികമാക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ മനുഷ്യന്മാരുടെ, അല്ലെങ്കിൽ അവിടുത്തെ യുവതയുടെ, അവരുടെ വാർദ്ധക്യമായ ആളുകളുടെ ഒക്കെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു നല്ല മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നുണ്ട്. ആ വർദ്ധിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് നൽകാവുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടി സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ നിർബന്ധ സാഹചര്യത്തെക്കുറിച്ച് നമ്മളെ കുട്ടിക്ക് ബോധം ഉണ്ടാകണം. അതിനുള്ള അവസരങ്ങളും ഒരുക്കി കൊടുത്താൽ പല വിഷയങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.